ഫ്രണ്ട്സ്, ഫൈനലി ഞാൻ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ടും എൻ്റെ ക്യാമറാമാനുമാണ്. അപ്പോൾ നമ്മൾ മാങ്ങ പൊട്ടിത്തെറിക്കണമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, ഇനി നമ്മൾ മാങ്ങ ഞാൻ ഓൾറെഡി ചെത്തിയെടുത്താണ്. 2 എണ്ണം എടുത്തിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇടാം. ഞാനിപ്പോൾ കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഉപ്പും മുളകും വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പുണ്ട് ഇതിൽ. ഒഴിച്ചോണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ ഒരു ഇത് വരികയാണ് ഗൈസ്. നല്ല എരിവ് പോലെ തോന്നാണ്. മുമ്പ് നമ്മൾ കാശ്മീരി മുളക് പൊടി വെച്ചിട്ട് നോക്കിയായിരുന്നു. അത് അധികം എരിവൊന്നുമില്ല. അപ്പം ആവശ്യത്തിന് കൂടുതലിട്ടുണ്ട് കാശ്മീരി. നമുക്കത് തേച്ച് കൊടുക്കാം. തേക്കുമ്പോൾ ചൂണ്ടുവരലുകൊണ്ട് വേണം ഇറക്കി അങ്ങോട്ട് കൊടുക്കാൻ. ലൈൻ അപ്പം കുറച്ച് തേച്ചാൽ മതി, ആവശ്യത്തിന് തേക്കണ്ട. രണ്ട് മാങ്ങ എടുത്തിരിക്കണം. കുറച്ച് പാടാണിത് ഉള്ളിക്ക് അങ്ങോട്ട് തേക്കാൻ. ഇത് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നമുക്ക് രണ്ടാമത്തെ മാങ്ങ എടുക്കാം. മുളക് പൊടി തീരാറായല്ലോ ഗൈസ്. ഒരാളിവിടെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. അതെൻ്റെ ക്യാമറമാനാണ്. ഗൈസ്, ഇതും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് എല്ലാവർക്കും തേക്കാം. അപ്പോൾ നമ്മൾ മസാല ബാക്കി വന്നെല്ലാം കവറിലോട്ട് ഇടാം. ബാക്കി വന്ന മുളകൊക്കെ നമ്മൾ ഇതിലിട്ടുണ്ട്. ഇനി എല്ലാം ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കവറായാലും തുണിയായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ 2 കവറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ഉടയ്ക്കാം. അതൊക്കെ ഉടച്ചാൽ മതി. അപ്പൊ ഗൈസ്, എനിക്ക് ഇത് ചെയ്യാൻ അറിയില്ല. അപ്പൊ എൻ്റെ ഫ്രണ്ടാണ് ചെയ്യണത്. ഗൈസ്, ഫ്രണ്ട് എൻ്റെ ശക്തിമാനാണ്. എൻ്റെ കളി ശക്തി ഉണ്ട് അവന്. അവൻ ഡെയിലി ജിമ്മിൽ പോകുന്നുണ്ട്. വൈകുന്നേരം എന്നെ ജിമ്മിൽ കൊണ്ടുപോകാന്നാണ് പറഞ്ഞത്. ഫ്രണ്ട്സ്, ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം ഇങ്ങനെ ആയിട്ടുണ്ട്. ഓ ഗൈസ്, ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലിട്ട് കാണിക്കാം. അത് ക്യാമറയിൽ ക്ലിയർ ആവില്ല. ഗൈസ്, നല്ല രസമാണ് കാണാൻ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്.